ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉത്സവത്തിൻ്റെ അടുത്ത വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു വാവുത്സവത്തിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പേടിയാട്ടമ്മയും മകനും ജാതവനും തമ്മിൽ വർഷത്തിലൊരിക്കൽ കണ്ടുമുട്ടുന്ന ദിവസമാണ് കടലുണ്ടി ദേശം മുഴുവൻ ആഘോഷിക്കുന്ന കടലുണ്ടി വാവുത്സവം. പേടിയാട്ടമ്മയുടെ മകനാണ് ജാതവൻ. പേടിയാട്ടമ്മയ്ക്ക് 2 സഹോദരിമാരാണ്, കളിയാട്ടക്കാവിൽ അമ്മയും വളയനാട്ടമ്മയും. ഈ 2 സഹോദരിമാർ എപ്പോഴും ജാതവനെ സൽക്കരിക്കാൻ ക്ഷണിക്കുമായിരുന്നു. ഉത്തമത്തിൽ പൂജയുള്ള പേടിയാട്ടമ്മയും മധ്യമത്തിൽ പൂജയുള്ള മറ്റിടങ്ങളിൽ പോകാൻ ജാതവനെ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം അമ്മയറിയാതെ ചെറിയമ്മമാർക്കൊപ്പം ജാതവൻ പോകുകയും അവിടെ വെച്ച് മദ്യം കഴിക്കാൻ സമ്മതിക്കാത്ത ജാതവന് മേൽ മദ്യം തളിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പേടിയാട്ടമ്മ ജാതവനെ പേടിയാട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചില്ല. തുടർന്ന് ജാതവൻ കാകേറാൻ കുന്നിൽ താമസം ആരംഭിക്കുകയും വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ കറുത്ത വാവിൻ്റെ അന്ന് മകന് അമ്മയെ കാണാൻ അനുവാദം നൽകുകയും ചെയ്തു. ആ അമ്മയുടെയും മകൻ്റെയും ഒത്തുചേരൽ കടലുണ്ടിക്കാർ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അതാണ് കടലുണ്ടി വാവുത്സവം. ഈ പ്രാവശ്യം വാവുത്സവം വന്നത് ഒക്ടോബർ 21-നാണ്. ഒക്ടോബർ 19-ന് ജാതവൻ പുറപ്പാടുണ്ടാകും. ഉത്സവം അറിയിച്ചുകൊണ്ട് ജാതവൻ ഒക്ടോബർ 19-ാം തീയതി ഉച്ചയ്ക്ക് ഊര് തെണ്ടാനിറങ്ങും. സ്ഥിരമായി എല്ലാ വർഷവും പോകാറുള്ള വീടുകളിലും അമ്പലങ്ങളിലും മാത്രം പോയി 3-ാം ദിവസം രാവിലെ കടലുണ്ടി വാക്കടവിൽ വെച്ചാണ് മകൻ അമ്മയെ കാണുന്നത്. ആ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ആയിരക്കണക്കിന് ജനങ്ങൾ അന്ന് അവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജാതവൻ പുറപ്പാടിൻ്റെ 2-ാമത്തെ ദിവസമാണ് കേട്ടോ, അതായത് ഒക്ടോബർ 20-ാം തീയതി. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്ന് രാത്രി 11:45 ആ സമയത്തൊക്കെ അമ്മായിയുടെ വീട്ടിൽ ജാതവൻ വരും. അതായത് ദീപാവലിയുടെ അന്ന്. വരുന്ന വഴിയൊക്കെ നിറയെ ദീപങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരുന്നു കേട്ടോ. വർഷത്തിൽ വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ജാതവൻ പോവുക കേട്ടോ. അതിലൊരു വീടാണ് ഇപ്പം അമ്മായിൻ്റെ വീടും. അതുകൊണ്ട് ഇപ്പം നാളെയൊക്കെ പോയാൽ നല്ല തിരക്കാണ്ടാവുക. ചിലപ്പോൾ അടുത്തുനിന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുപോലെ വീടുകളിൽ വരികയാണെങ്കിൽ തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് തൊഴാനൊക്കെ കഴിയും കേട്ടോ. അത്രയും അടുത്തുനിന്ന് തന്നെ നമുക്ക് ഭഗവാനെ കാണാം. അപ്പോൾ ഏകദേശം ഒരു 11:30 സമയത്താണ്, 11:30 11:45 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞത്. ഒരു 12 മണി ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രാവശ്യം വീട്ടിലെത്താൻ. അപ്പോൾ അതുപോലെ ഈ ചൂട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ. ഈ ചൂട്ടിൻ്റെ വെളിച്ചത്തിനാണ് ഈ വീട്ടിലേക്ക് ജാതവൻ വരാറുണ്ടെന്ന് അവരറിയാം. അങ്ങനെ ഈ ചൂട്ടിൻ്റെ വെളിച്ചം കണ്ടിട്ടാണ് അവർ ആ വീട്ടിലേക്ക് ഭഗവാനെയും കൊണ്ട് വരിക. അപ്പോൾ അത് ഏകദേശം 12 മണിയൊക്കെ ആയപ്പോൾ അതൊക്കെയാണ് അവർ വരുന്നുണ്ട് കേട്ടോ. ഒരു വെട്ടിലെ അടക്കി വെക്കണം. എണ്ണാത്ത വെക്കണം കേട്ടോ. എണ്ണാത്ത വെറ്റില എണ്ണാത്ത വെട്ടില്ല. എല്ലാരും അങ്ങനെ പിന്നെ ഇവിടുന്ന് അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് നേരെ തൊട്ടടുത്ത അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്കാണ് പിന്നെ നേരെ പോയത്. അടുത്തുനിന്ന് നന്നായിട്ട് തൊഴുതതിൻ്റെ ശേഷമൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് അതിൻ്റെ ശേഷമാണ് ഇതാ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ അമ്പലത്തിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ കാണാൻ. അപ്പോൾ ഇനി കുറച്ച് നേരം അവരിവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഭഗവാന്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ചായയൊക്കെ കൊടുത്തിരുന്നു ഇവിടുന്ന് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് പിന്നെ പോയത്.
വാർത്തച്ചോളി ചെറുപ്പിച്ചിട്ടു. മോന് കിച്ച് പിടിച്ച് നിൽക്കണ മാല ജാതവൻ വീട്ടിൽ വന്നപ്പോൾ അവർ തന്നതാണ് കേട്ടോ ഈ മാല. അപ്പോൾ അവനതും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ അവൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ. ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും അധികം അമ്മേൻ്റെ വീട്ടിൽ വന്നതുപോലെ ജാതവനെ കണ്ടിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. കാരണം പിറ്റേന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തൊട്ടടുത്തുനിന്നൊന്നും ചിലപ്പോഴൊക്കെ കാണാൻ കഴിയുള്ളൂ, നല്ല തിരക്കാവും. ഇത് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടുത്തുനിന്ന് തൊഴാലോ എന്ന് വിചാരിച്ച് വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് 3-4 വർഷങ്ങളായി അങ്ങനെ വരാറില്ല, ഓരോ കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിയലുമില്ല. ഇപ്രാവശ്യം എന്തായാലും വേണ്ടിയില്ല എന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചത് അതുപോലെ സാധിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിരിക്കണ്. അപ്പോൾ പോണ വഴിക്കൊന്നും ഇതുപോലെ ഞങ്ങളിതാ കുറച്ച് നേരം കൂടി പിന്നെ ഭഗവാനെയൊക്കെ കണ്ടതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് പോയത്. പാറി പോണ്ട്, അതാ പറഞ്ഞ കുറിച്ച്